അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളിപ്പോൾ റബീഉൽ അവ്വലിലാണ്. അപ്പോൾ നമുക്കറിയാം, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ബിദ്അത്തിൻ്റെ ആളുകൾ നബിദിനാഘോഷത്തെ എതിർക്കാനായി പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും വിസ്ഡം വിഭാഗം മുജാഹിദുകൾ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് 2 പരിപാടികളാണ് നടത്തിയത്. ആ പരിപാടികളിൽ ചോദ്യം ചോദിക്കാനായി സുന്നി പക്ഷത്തു നിന്ന് പ്രവർത്തകർ പോയിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന അർഷദ്. അതുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, മുജാഹിദ് വിഭാഗത്തിലെ നേതാക്കൾ, മൗലവിമാർ എത്രത്തോളം നുണകളാണ് ഓരോ വേദികൾ തോറും പറയുന്നത് എന്ന്. ഒരിക്കൽ കൂടി അവർ പറയുന്ന കളവുകൾ, അവർ പറയുന്ന നുണകൾ എത്രത്തോളമുണ്ട് എന്ന് പരിശോധിക്കുകയും നിങ്ങളെ ബോധ്യപ്പെടുത്തുകയുമാണ് ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ നേരിട്ട് നമുക്ക് വിഷയത്തിലോട്ട് പോകാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിക്കാനായി പോയിരുന്നല്ലോ, എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? കഴിഞ്ഞ മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ച ചോദ്യമെന്ന് പറയുന്നത്, മുജാഹിദുകളുടെ പഴയകാല പ്രസിദ്ധീകരണങ്ങളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം സന്തോഷിക്കണമെന്നും ആ ദിവസത്തെ കൊണ്ടാടണമെന്നും പറയുന്ന ധാരാളം ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്താണ്? അതായത് ഇഷ്ടം വിഭാഗത്തിൻ്റെ നിലപാട് എന്താണ്? ആ ലേഖനങ്ങളിൽ വല്ല തെറ്റുമുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ആ ചോദ്യവും മറുപടിയും ആദ്യം നമുക്കൊന്ന് കേട്ട് വരാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. അൽ ഇർഷാദ്, അൽ മുർഷിദ്, അൽ ഇത്തിഹാദ്, അൽ മനാർ, അൻസാരി മാസിക, ന്യൂ അൻസാരി മാസിക, നവപ്രഭ, ഈ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന നിരവധി ലേഖനങ്ങൾ, അതായത് ആദ്യകാലത്തെ മുജാഹിദിൻ്റെ പ്രസിദ്ധീകരണമാണ്. അതിൽ നിരവധി ലേഖനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബിദിനം കൊണ്ടാടണമെന്നും നബിദിനത്തിൽ സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിൽ വലിയ തെറ്റുമുണ്ടോ എന്നാണ് ചോദ്യം. ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ വിഷ്ണു വിഭാഗത്തിൻ്റെ നിലപാട് എന്താണ്? അതായത് ഈ ലേഖനങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലേ, ഇപ്പോഴത്തെ വിഷ്ണു മുജാഹിദിൻ്റെ നിലപാട് എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം ഇതായിരുന്നു. ഈ ചോദ്യത്തിന് ഫൈസൽ മൗലവി പറഞ്ഞ പ്രസക്തമായ മറുപടി എന്താണെന്ന് കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മളെ സംബന്ധിച്ച് ഏതിൽ വന്നാലും തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ്. അതിപ്പോൾ അൽമുർഷിദ് മതം നേർപ്പത്തിൽ വന്നാലും അങ്ങനെ തന്നെ. യഥാർത്ഥത്തിൽ ഫൈസൽ മൗലവിയുടെ ഈ ഒരു മറുപടി കേൾക്കുമ്പോൾ മലയാളത്തിലൊരു പഴമൊഴിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന മറുപടി. അൽമുർഷിദിലും അൽ-ഇർഷാദിലും വന്ന KM മൗലവിയുടെയും EK മൗലവിയുടെയും ഒക്കെ ലേഖനങ്ങൾ, അത് തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഫൈസൽ മൗലവി പെട്ടിരിക്കുന്നത്. കാരണം അവരൊക്കെ നബിദിനാഘോഷത്തെ അനുകൂലിച്ചു കൊണ്ട് എഴുതി വെച്ചതാണ് എന്ന് നമുക്കറിയുന്നത് പോലെ തന്നെ ഫൈസൽ മൗലവിക്കും അറിയാം. അപ്പോ അത് പരസ്യമായി അംഗീകരിക്കുക എന്നത് ഇവരുടെ പൂർവ്വകാല സ്ഥാപക നേതാക്കൾ ഇത്തരം ബിദ്അത്ത് ചെയ്തവരാണെന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാവും. അതേസമയത്ത് അതിനെ എതിർക്കാനും വയ്യ. കാരണം എതിർക്കുകയാണെങ്കിൽ ആ പുസ്തകവുമായിട്ട് നമ്മൾ വീണ്ടും ഇവരുടെ മുമ്പിലേക്ക് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചോദ്യത്തിന് മറുപടി പറയാതെ മറ്റു പല മറുപടികളും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ഫൈസൽ മൗലവി യഥാർത്ഥത്തിൽ ശ്രമിച്ചത്. ഇതിനു മുമ്പ് വിസ്ഡം വിഭാഗം നടത്തിയ മറ്റൊരു മുഖാമുഖത്തിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പോയിരുന്നല്ലോ, എന്തായിരുന്നു അവിടുത്തെ അനുഭവം? ആ മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ച ചോദ്യമെന്ന് പറയുന്നത്, നവപ്രഭ, ന്യൂ അൻസാരി മാസിക, അൽമനാർ, ഈ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നബിദിനത്തിൽ സന്തോഷിക്കണമെന്നും നബിദിനം കൊണ്ടാടണമെന്നും പറയുന്ന ലേഖനങ്ങൾ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളതായിരുന്നു അവിടെയും എൻ്റെ ചോദ്യം. ആദ്യം ആ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. 1930 ജനിച്ച ഒരാൾ, ഇപ്പോൾ 2025, ഏകദേശം അദ്ദേഹത്തിന് ഒരു 95 വയസ്സായിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയപ്പം അദ്ദേഹം ഇപ്പം ഇങ്ങനെ നോക്കുമ്പം സുന്നി മുജാഹിദിൻ്റെ ഇടയിൽ നബിദിനാഘോഷത്തിൽ ഭയങ്കര തർക്കം എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അദ്ദേഹം 1930 ജനിച്ച ആളാട്ടോ. അങ്ങനെ അദ്ദേഹം ഈ പണ്ടത്തെ അൽമനാറൊക്കെ അദ്ദേഹം ഇങ്ങനെ വായിച്ചിനി. അങ്ങനെ 1950 അൽമനാർ വായിച്ചപ്പം അതിൽ നബിദിനം ആഘോഷിക്കണം എന്ന് അദ്ദേഹം കണ്ടു. അതേപോലെ തന്നെ ന്യൂ അൻസാരി വിശേഷാൽ പ്രതി എന്നുള്ളൊരു പുസ്തകം മുജാഹിദ് 1950
1955 നവംബറിൽ എന്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം അബ്ദുള്ള കുട്ടി മൗലവിയാണ് എന്ത് ചെയ്തത്, അതിൽ ലേഖനം എഴുതിയത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ആവേശത്തിന് കാരണം. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവലുമായി ബന്ധപ്പെട്ട് പറയാണ്, എന്താണ് ഈ ആവേശത്തിന് കാരണം? അത് മറ്റൊന്നുമല്ല, അവരുടെ മതപ്രവാചകൻ, അതെ പ്രവാചക പരമ്പരയിലെ അന്ത്യപ്രവാചകൻ ഭൂജാതരായിട്ടുള്ളത് ആ മാസത്തിലാണ്. മനുഷ്യവംശത്തിന് സന്മാർഗം കാണിച്ച് കൊടുപ്പാനായി ഒരു സത്യദീനോട് കൂടി വന്നിട്ടുള്ള ലോകാനുഗ്രഹിയുടെ അനുയായികളാണല്ലോ മുസ്ലിങ്ങൾ. അപ്പോൾ ആ മഹാനുഭാവന്റെ ജന്നത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് ന്യൂ അൻസാരി വിശേഷാൽ പ്രതിയിൽ എം അബ്ദുള്ള കുട്ടി മൗലവി എഴുതി വെക്കാണ്. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അൽമനാറിൽ നമുക്ക് കാണാൻ സാധിക്കും, സഹോദരങ്ങളെ 1950 ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ ഈ റബീഉൽ അവൽ 12 ഉദയഗിരി മുതൽ അസ്തമയഗിരി വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്ധ്യ മഹാനുഭാവന്റെ സച്ചരിതങ്ങളെ പുരസ്കരിച്ച സ്തുതി കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ ലോകൈക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അതെന്താണ് സ്വാഭാവികമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അവസാനം പറയേണ്ടത് ഈ പുണ്യദിനം സ്മരിക്കുക വഴി പ്രസ്തുത ദിനത്തിൽ ഭൂജാതനായ ആ ലോകഗൈ മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൃത്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 95 വയസ്സായ ആളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്നായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക? അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോഴേ അതിലൊക്കെ നബിദിന ആഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകളെ ഇപ്പം എന്തെയാണ് നബിദിന ആഘോഷത്തെ എതിർക്കാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 വരെ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തത്. ഈ ചോദ്യത്തോട് ഫൈസൽ മൗലവി എങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? അതിന്റെ പ്രസക്തമായ ഭാഗം ഏതാണ്? ഫൈസൽ മൗലവിയുടെ മറുപടിയും നമുക്കൊന്ന് കേൾക്കാം. ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർഷിദിൽ, അൽ ഇർഷാദിൽ, അൽ മനാറിൽ ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്. എന്നാൽ അതെന്നെ മുഴുവൻ വായിച്ചാലോ, അത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചാൽ ഇപ്പം പറഞ്ഞ മൗലീദും അതും യാതൊരു ബന്ധം ഉണ്ടാവില്ല. കുറച്ച് ഭാഗം ഒരു പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊക്കെ പറയാനുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ലേഖനം ഫുള്ളായിട്ട് വായിച്ചാൽ പൂർണ്ണമായും പൊളിഞ്ഞു പോണ രൂപത്തിലാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ അതിന് മുമ്പുള്ള അടക്കം 1930 ജനിച്ച മനുഷ്യരല്ലേ, 30 അറിഞ്ഞാൽ മുസ്ലിം ഞാൻ കാണിച്ചു തരാം. യഥാർത്ഥത്തിൽ ഫൈസൽ മൗലവിൻ്റെ മറുപടി ഒരു വൈരുദ്ധ്യല്ലേ. ഒരു ഭാഗത്ത് അദ്ദേഹം പറയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാകും, പിന്നെ പറയാണ് പൂർണ്ണമായിട്ട് പൊളിഞ്ഞു പോകുന്നത്. ഈ ഒരു വൈരുദ്ധ്യമാണ് ഫൈസൽ മൗലവി മറുപടിയിലും പറഞ്ഞിട്ടുള്ളത്. ഈ വൈരുദ്ധ്യം പറയാതെ ഇവർക്കാർക്കും ഒരു പ്രഭാഷണം പോലും പൂർത്തിയാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിയില്ല എന്നതാണ് കേരളത്തിൽ ഇന്ന് ഇത്തരം വിഭാഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ വൈരുദ്ധ്യമാണ് ഇവര് യഥാർത്ഥത്തിൽ പറയാതെ പറയുന്നത്. അന്നത്തെ അൽ ഇർഷാദിലും അൽ മുർഷിദിലും ഒക്കെ വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരങ്ങളായിരുന്നു ലേഖനങ്ങളിൽ വന്നിരുന്നത് എന്നല്ലേ. ഒരു ഭാഗത്ത് നമുക്ക് അനുകൂലമാണെന്ന് പറയുക, മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എതിരാണെന്ന് പറയുക. ഇതാണ് യഥാർത്ഥത്തിൽ ഫൈസൽ മൗലവിയുടെ ആ ഒരു ട്രപ്പീസ് കളി. ഈ ഒരു ട്രപ്പീസ് വേലയാണ് ഫൈസൽ മൗലവി അദ്ദേഹത്തിൻ്റെ മറുപടിയിലും പ്രയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് കേരളത്തിലെ മുജാഹിദുകളുടെ നേതാക്കൾ നബിദിനം ആഘോഷിക്കുകയും ആഘോഷിക്കണമെന്ന് പറയുകയും അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുകയും അതിന് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് വാചാലമാവുകയും ചെയ്തവരാണ്. അതേ അവസരത്തിൽ അതിനെ പരിഷ്കരിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു. പല വിധത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അറബിയിൽ മാത്രമുള്ള മൗലൂദ് ഓതുകയാണെങ്കിൽ ഇതിപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒന്നും മനസ്സിലാകില്ലല്ലോ. അതുകൊണ്ട് മലയാളത്തിലുള്ള മൗലൂദ് കൂടി ചേർക്കണം എന്നാണ് അന്ന് അവർ എഴുതി വെച്ചത്. അപ്പൊ അറബി മാത്രം പോരാ, മലയാളം കൂടി വേണമെന്നുള്ളതാണ് ഓലെ നിലപാട്. അന്ന് അവർ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, എഴുതിയിരുന്നത്. എന്നിട്ട് അങ്ങനെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അവര് സംഘടിപ്പിച്ച കാര്യം അവരുടെ അൽ ഇർഷാദിലൂടെയും അൽ മുർഷിദിലൂടെയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പരിഷ്കാരം എന്ന് പറയുന്നത് മൗലിദിൽ കുറെ തെറ്റുകളുണ്ട്, ആ തെറ്റുകളൊക്കെ തിരുത്തണം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം. അത് യഥാർത്ഥത്തിൽ തെറ്റായത് കൊണ്ടല്ല, അവർക്ക് തെറ്റാണെന്ന് തോന്നി അല്ലെങ്കിൽ അവരുടെ പിഴച്ച ആശയങ്ങൾക്ക് അനുയോജ്യമാകുന്ന തരത്തിലേക്ക് ഈ മൗലിദുകളൊക്കെ മാറ്റണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ മുഖാമുഖത്തില് ഫൈസൽ മൗലവി അതെന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് വേറൊരു
കാര്യത്തിലേക്ക് വരുത്തിയെടുക്കാനാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ ഇവരിവിടെ പറയുന്നത് ആദം നബിയുടെ തവസ്സുല് തെറ്റാണെന്ന് ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം എടുത്തുകൊണ്ട് ഇതിലൂടെ അവരാകെ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, അങ്ങനെയുള്ള തെറ്റുകൾ മാറ്റി വെച്ചുകൊണ്ട് മറിച്ച് എന്താണ് നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവർ ഇതിലൂടെ വരുത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഫൈസൽ മൗലവി ഇത് വായിച്ചുകൊണ്ട് ശ്രമിക്കണം എന്തിനാണ്, ഇവർ നബിദിനത്തെ തന്നെ എതിർത്തിട്ടുണ്ട് എന്ന് വരുത്തിയെടുക്കാനാണ്. ഇതാണ് ഫൈസൽ മൗലവിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഒന്ന് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, തൻ്റെ ആശയത്തിന് എന്താണോ തോന്നുന്നത് ആ രൂപത്തിൽ എന്ത് ചെയ്യുക, അവരുടെ മുൻകാല നേതാക്കളുടെ പ്രസിദ്ധീകരണങ്ങൾ പോലും അനുഗുണമായ രൂപത്തിൽ മാറ്റി തീർക്കുക എന്നുള്ളതാണ് ഫൈസൽ മൗലവിയുടെ ഒരു ശൈലി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ആടിനെ പട്ടിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ മിനിമം നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുക. KM മൗലവി ആവട്ടെ, അല്ലെങ്കിൽ EK മൗലവി ആവട്ടെ, അല്ലെങ്കിൽ അക്കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും മുജാഹിദ് മൗലവിമാരോ സ്ഥാപകകാല നേതാക്കളോ ആവട്ടെ, അവരൊക്കെയും നബിദിനം ആഘോഷിക്കുക അല്ലെങ്കിൽ കൊണ്ടാടുക ഇതൊക്കെ തന്നെയാണ് അവർ എഴുതി വെച്ചിരുന്നത് അവരുടെ പുസ്തകങ്ങളിൽ. നബിദിനാഘോഷം ബിദ്അത്താണ് അല്ലെങ്കിൽ അത് കുറ്റം കിട്ടുന്ന കാര്യമാണ് എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. അവരൊക്കെ അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചത് അത് പ്രതിഫലാർഹമായ കാര്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്, ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാകും എന്നൊക്കെ തന്നെയാണ് അവരെഴുതി വെച്ച അവരുടെ ലേഖനങ്ങളില് കുറെ കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ടല്ലോ. അതല്ലാത്തതാണെങ്കിൽ പറ്റും എന്ന് തന്നെയല്ലേ അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക? 100% അങ്ങനെ തന്നെയാണ് അവര് അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മൗലിദിനെ പരിഷ്കരിക്കണം എന്നാണ് അവർ പറഞ്ഞത്, അല്ലാതെ പാടെ ഒഴിവാക്കണം എന്നല്ല. അവര് എങ്ങനെയാണ് പരിഷ്കരിച്ച മൗലിദ് നടത്തേണ്ടതെന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അവർ ഭക്ഷണം നൽകിയിട്ടുണ്ട്, മൗലിദ് സദസ്സ് നടത്തിയിട്ടുണ്ട്, അതിന് പ്രതിഫലം കിട്ടുമെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ ചെയ്ത കാര്യങ്ങളാണ്, അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. അത് ചരിത്രമായിട്ട് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് ഈ ഫൈസൽ മൗലവിയെ പോലെയുള്ള മുജാഹിദ് മൗലവിമാർ അവരുടെ സ്ഥാപക കാല നേതാക്കളെ തള്ളാൻ കഴിയാത്തത് കൊണ്ട് ഈ രൂപത്തിൽ ഇങ്ങനെ ട്രിപ്പീസ് കളി കളിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഫൈസൽ മൗലവി ഈ ചോദ്യത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. മുമ്പത്തെ പ്രഭാഷണങ്ങളിലോ എഴുത്തുകളിലോ ഫൈസൽ മൗലവി എവിടെയെങ്കിലും തങ്ങളുടെ മുൻകാല നേതാക്കൾ നബിദിനാഘോഷം നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറഞ്ഞിട്ടുണ്ടാവുക? ഫൈസൽ മൗലവി 2007 ഏപ്രിൽ മാസത്തെ അൽ-ഇസ്ലാഹ് മാസികയിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട്. നബിദിനാഘോഷം അൽ-ഇർഷാദും അൽ-മുർഷിദും ഖുറാഫി കുപ്രചാരണങ്ങളും എന്നാണ് ആ ലേഖനത്തിന്റെ ടൈറ്റിൽ തന്നെ. അതിൽ വിശദമായിട്ട് നേരത്തെ പറഞ്ഞ മറുപടിയോട് സാമ്യമുള്ള മറുപടി തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ലേഖനത്തിലും ഫൈസൽ മൗലവി വൈരുദ്ധ്യം പറയാതെ പറയുകയാണ് ചെയ്തത്. ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് അവരൊക്കെ പഴയകാല മുസ്ലിയാക്കന്മാരായിരുന്നു. അത് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്കത് സ്ക്രീനിൽ കാണാം. ഇനി നോക്കേണ്ടത് മുൻകാല മുജാഹിദ് നേതാക്കൾ അത് പറഞ്ഞിട്ടുണ്ടോ എന്നതാണ്. കേരള മുസ്ലിം ഐക്യസംഘം പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ അൽ-ഇർഷാദ്. ഏതായിരുന്നാലും അൽ-ഇർഷാദിന്റെ പിതൃത്വം ഐക്യസംഘത്തിന് ഇവർ വരവ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽ-ഇർഷാദുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഇനി ഇവർക്ക് പറയാൻ കഴിയില്ല. ഐക്യസംഘത്തിലുണ്ടായിരുന്നത് വഹാബികൾ മാത്രമായിരുന്നില്ല എന്നും ഇന്ന് സമസ്തക്കാർ നേതാക്കളായി കാണുന്ന പലരും അന്ന് ഐക്യസംഘത്തിലെ അംഗങ്ങളും നേതാക്കളും വരെ ആയിരുന്നവരാണ് എന്നുമാണ് യാഥാർത്ഥ്യം. ഐക്യസംഘത്തിൽ മാത്രമല്ല, പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായപ്പോഴും അതിലും മേൽപ്പറയപ്പെട്ട പലരും ഉണ്ടായിരുന്നു. പിന്നീട് തങ്ങളുടെ ചൂഷണ മനോഭാവം മാറ്റിവെക്കാതെ ഈ സംഘത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് 1926 സമസ്ത എന്ന പേരിൽ ഒരു റിബൽ ജംഇയ്യത്ത് തട്ടിപ്പടച്ചുണ്ടാക്കുന്നത്. അഥവാ 1926 വരെ ആ വക പല അലവലാദികളും ഐക്യസംഘത്തിലുണ്ടായിരുന്നു എന്നർത്ഥം. അത്തരം ഒരു മുക്കൂട്ട് മുന്നണിക്ക് ഖുർആനും സുന്നത്തും പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ഈ മറുപടിയിലൂടെ ഫൈസൽ മൗലവി പറയാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ 1926 സമസ്ത രൂപീകരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഇവരുടെ ഐക്യസംഘത്തിലും കേരള ജംഇയ്യത്തുൽ ഉലമയിലും നമ്മുടെ സുന്നി പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായും സത്യം പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന ഒരു വ്യഥയാണ്. 100% ഭോഷ്കാണ് പറഞ്ഞത്. കാരണം EK മൗലവിയാണ് അൽ-ഇർഷാദ് മാസികയിൽ ലേഖനം എഴുതിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെ EK മൗലവിക്ക് സത്യം പറയാൻ കഴിയില്ല എന്നാണെങ്കിലും നുണ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ നബിദിനാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് EK മൗലവിക്ക് ലേഖനം എഴുതാതിരിക്കാലോ. എഴുതുന്നത് ഒരു പക്ഷേ ഇവർക്ക് അനുകൂലമാവണം എന്നാണ് ഇവർ വാദിക്കുന്നതെങ്കിലും എഴുതാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ടും EK മൗലവിക്ക് ഉണ്ടാവുമല്ലോ. അതാണല്ലോ അദ്ദേഹം അവിടെ പാലിക്കേണ്ടിയിരുന്നത്. വസ്തുത
ഇദ്ദേഹം പറയുന്നത് 100% കളവാണ്. അൽ-ഇർഷാദ് മാസിക പ്രസിദ്ധീകരിക്കുന്നത് പൂർണ്ണമായും ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഇവർ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇ.കെ. മൗലവി അതിൽ നിർണായകമായ റോളുകൾ വഹിക്കുകയും സുദീർഘമായ ലേഖനങ്ങൾ പലതും എഴുതുകയും ചെയ്തത്. അതിൽ അന്ന് ഇ.കെ. മൗലവി എഴുതിയ ഒരു ലേഖനമാണ് ഈ മൗലൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പൊ ഇവിടെ ഫൈസൽ മൗലവി പറയാൻ ശ്രമിക്കുന്നത് അന്നൊരു പക്ഷേ അങ്ങനെ ലേഖനത്തിൽ നബിദിനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടാവാം എന്നാണ്. എന്നാൽ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് നമ്മോടൊരു വെല്ലുവിളി നടത്തിക്കൊണ്ടാണ്. ആ വെല്ലുവിളി നമുക്ക് സ്ക്രീനിൽ കാണാം. നബിദിനം ആഘോഷിക്കാൻ വഹാബികളുടെ പൂർവികന്മാർ അൽ-ഇർഷാദിലൂടെയും അൽ-മുർഷിദിലൂടെയും ആഹ്വാനം ചെയ്യുന്നു എന്ന് പച്ചക്കള്ളം പറയുന്ന മുല്ലമാരെ, അൽ-ഇർഷാദിലൂടെയും അൽ-മുർഷിദിലൂടെയും നബിദിനം ആഘോഷിക്കാൻ ആഹ്വാനം നടത്തുന്നു എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? പച്ചക്കള്ളമാണ് എന്നാണ് ഫൈസൽ മൗലവിയോട് എഴുതി വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ എഴുതിയതാണ് ഏറ്റവും വലിയ നുണ, ഏറ്റവും വലിയ കളവ് ഇതാണ്. കാരണം അൽ-ഇർഷാദിൽ ഇ.കെ. മൗലവി എഴുതിയ ലേഖനം തന്നെ നബിദിനത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അതിന് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അൽ-ഇർഷാദ് മാസികയുടെ 1-ാം വാള്യം 5-ാം ലക്കത്തിലാണ് താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ലേഖനം ഇ.കെ. മൗലവി എഴുതുന്നത്. ഇതിലെ 1-ാമത്തെ പേജിലെ ഏറ്റവും അവസാനത്തെ വരിയിൽ തന്നെ ഇ.കെ. മൗലവി ഇതിൻ്റെ മഹത്താണ് എഴുതുന്നത്. ഇതിനേക്കാൾ മഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് സിദ്ധിക്കുവാനുള്ളത്? ഇ.കെ. മൗലവി ഈ ലേഖനം എഴുതുമ്പോൾ ഇതിന് കിട്ടുന്ന മഹത്വത്തെക്കുറിച്ചാണ് 1-ാമത്തെ പേജിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതാണല്ലോ യഥാർത്ഥത്തിൽ മൗലിദ് കഴിക്കാൻ ആഹ്വാനം ചെയ്യാന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഇത് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക അങ്ങനെ പറയലൊന്നും അല്ലല്ലോ. ഇതിന് പ്രതിഫലം ലഭിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ആര് ഇ.കെ. മൗലവി അദ്ദേഹത്തിന്റെ താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന അൽ-ഇർഷാദ് മാസികയുടെ 1-ാം പുസ്തകം 5-ാം ലക്കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതേ സമയത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൗലിദിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അത് മൗലിദിനെ മൊത്തത്തിൽ വിമർശിച്ചതല്ല, അതിന് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിന് പരിഷ്കരിക്കണം എന്നാണ് അദ്ദേഹം എഴുതിയത്. ആ എഴുത്ത് കാട് കയറി അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. ഇങ്ങനെ കാട് കയറി എഴുതിയപ്പോൾ അൽ-ഇർഷാദ് മാസികയിലേക്ക് പിന്നീട് ഒരു ചോദ്യം വരികയാണ്. ആ ചോദ്യം വന്നപ്പോൾ അൽ-ഇർഷാദ് മാസികയുടെ ആളുകൾ ഈ ചോദ്യം നേരെ ഇ.കെ. മൗലവിക്ക് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി ആ ലക്കത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നു. ആ മറുപടി പ്രസക്ത ഭാഗം നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈസൽ മൗലവിയുടെ ഈ പച്ച നുണ ഏതൊരാൾക്കും ബോധ്യപ്പെടുകയാണ്. നമുക്ക് അൽ-ഇർഷാദ് മാസികയുടെ പ്രസക്തമായ ആ ഒരു ഭാഗം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യാം. ഇ.കെ. മൗലവി എഴുതുന്നത്, ഈ നടപടി ശറഅ് അനുസരിക്കുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞതായി മൗലവി സാഹിബ് പറയുന്നത് ശരിയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇ.കെ. മൗലവിയുടെ ഒരു വാചകമാണത്. അതായത് ഈ നടപടി എന്ന് പറഞ്ഞാൽ മൗലിദ് കഴിക്കുക എന്ന നടപടി ശറഅ് അനുസരിക്കുന്ന നടപടിയാണ് എന്നാണ് ഇ.കെ. മൗലവി ഇതിലൂടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത്. വീണ്ടും ഇ.കെ. മൗലവി മറുപടി പറയുന്നു. വീണ്ടും മൗലവി സാഹിബ് ഇങ്ങനെ പറയുന്നു, അപ്പോൾ കഴിക്കുന്നവർക്ക് കൂലി കിട്ടാത്തതാണെന്ന് വരുന്നു. ഈ പരാമർശത്തിന് ഇ.കെ. മൗലവി നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ്: കഴിക്കുന്നവർക്ക് കൂലി കിട്ടുകയില്ലെന്ന് വരുത്തി കൂട്ടിയതാണ്, ഞാൻ കൂലി കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇ.കെ. മൗലവി താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ലേഖനത്തിലൂടെ മൗലിദിന് കൂലി കിട്ടും എന്നാണ് എഴുതി വെച്ചത്. അതായത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലേഖനം തന്നെ നബിദിനാഘോഷത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായിരുന്നു. അതിന് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി ഒന്നുകൂടി ഊന്നി പറയുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഇങ്ങനെ എഴുതുക മാത്രമല്ല ചെയ്തത്, ശേഷം ഏതൊക്കെ പേജിലാണ് ഏതൊക്കെ വരിയിലാണ് ഈ കാര്യം പറഞ്ഞത് എന്ന് കൂടി പറയുന്നുണ്ട്. 5-ാം ലക്കം 144-ാം ഭാഗം അവസാനത്തെ വരി. 144-ാം ഭാഗം എന്ന് പറയുന്നത് പേജ് നമ്പറാണ് കൊടുത്തത്. അന്നത്തെ കാലത്തെ പ്രസിദ്ധീകരണങ്ങൾക്ക് പേജ് നമ്പർ നൽകാറുള്ളത് കണ്ടിന്യൂസ് ആയിട്ടാണ്. ഒരു ലക്കത്തിൽ നൽകിയ പേജിന്റെ തൊട്ടടുത്ത ശേഷം വരുന്ന ലക്കത്തിലേക്ക് ശേഷമുള്ള നമ്പറാണ് നൽകുക. അങ്ങനെയാണ് 144-ാം ഭാഗം എന്ന് പറഞ്ഞത്. അപ്പോൾ 144-ാം ഭാഗം അവസാനത്തെ വരി അത് നമ്മൾ നേരത്തെ ഇവിടെ വായിച്ചു. ആ വരിയാണ് 1. രണ്ടാമത്തേത് 146-ാം ഭാഗം 11-ാം 12-ാം വരികൾ. പിന്നെ 149-ാം ഭാഗം 15-ാം വരി, 151-ാം ഭാഗം 16-ാം വരി, 153-ാം ഭാഗം 10-ാം വരി ഒന്നുകൂടി വായിച്ചു നോക്കുന്നതായാൽ വരുത്തി കൂട്ടുന്ന ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാം. അപ്പൊ ഇവിടൊക്കെ കൃത്യമായിട്ട് അൽ-ഇർഷാദ് മാസികയിലെ 1-ാം പുസ്തകം 5-ാം ലക്കത്തിൽ എഴുതിയ താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ലേഖനത്തിൽ നബിദിനാഘോഷത്തിന് കൂലി കിട്ടും എന്നാണ് ഇ.കെ. മൗലവി എഴുതി വെച്ചതെന്ന് വീണ്ടും
ആവർത്തിച്ച് പറയുകയാണ്. അതായത് നബിദിനാഘോഷം എന്നത് തെറ്റല്ല, മറിച്ച് പ്രതിഫലം കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, തെറ്റല്ല എന്ന് മാത്രമല്ല, അതിന് പ്രതിഫലം കിട്ടും. അത് എവിടേക്കാണ് ആ ലേഖനത്തിൽ എഴുതി വെച്ചതെന്ന് കൂടി ഇനി ആരെങ്കിലും ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൃത്യമായിട്ട് എഴുതി വെച്ചത്. തീർന്നിട്ടില്ല. ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് കൂടെ നമ്മളൊന്ന് വായിക്കേണ്ടതുണ്ട്. കാരണം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മെ എതിർക്കാൻ വേണ്ടി ഇവരുന്നയിക്കുന്ന വാദങ്ങളെ തച്ചുടക്കുന്ന രൂപത്തിലാണ് ഈ ലേഖനം അല്ലെങ്കിൽ ഈ മറുപടി ഇ.കെ. മൗലവി അവസാനിപ്പിക്കുന്നത്. നമുക്കിങ്ങനെ വായിക്കാം. മാന്യ മൗലവി സാഹിബെ, അങ്ങൊന്ന് ഇങ്ങനെ എഴുതി കാണുന്നു. ലുഗവിയായ വിധേയത്ത് കൊണ്ട് പാടില്ലെന്ന് പറയുന്നതാണെങ്കിൽ ഇബ്നു നുബാത്ത അവர்களுടെ ഖുതുബയും ഇതുപോലുള്ള മറ്റനേകം കാര്യങ്ങളും പാടില്ലെന്ന് വരേണ്ടതാണ്. ഇത് ചോദ്യകർത്താവിന്റെ ചോദ്യമാണ്, അതിന് മറുപടിയാണ് ഇനി പറയുന്നത്. എന്നാൽ ദയവായി ഒന്നുകൂടി എൻ്റെ ലേഖനം വായിച്ചു നോക്കുക. അപ്പോഴെങ്കിലും അങ്ങേക്ക് പറ്റിയ അബദ്ധം ഇന്നതാണെന്ന് മനസ്സിലാവാനിടയുണ്ട്. പ്രിയ വായനക്കാരെ, ഇതിന്റെ മറുപടി ഇനി വായനക്കാരോട് എല്ലാവരോടും കൂടെയാണ് പറയുന്നത്. ശർഈയായ ബിദ്അത്താണെന്ന് വരുന്ന പക്ഷം മൗലിദ് കഴിക്കൽ ഹസനത്താണെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പല ന്യായങ്ങളും പറഞ്ഞ് ഇത് ലുഗവിയായ ബിദ്അത്താണെന്നും തന്മൂലം ഹസനത്താണെന്നും സ്ഥാപിക്കാനായി ഞാൻ ചെയ്ത ശ്രമത്തെ പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ പോയതിൽ പരം അത്ഭുതം മറ്റെന്താണ്? യഥാർത്ഥത്തിലേ ഇതൊരു സുന്നി പണ്ഡിതന് പറയുന്നത് പോലെയാണല്ലോ. അത്രയും വ്യക്തമായിട്ടാണ് മൗലിദാഘോഷത്തെ ഇ.കെ. മൗലവി ഇതിലെന്ത് ചെയ്തിട്ടുള്ളത്, അനുകൂലിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും ശർഈയായ ബിദ്അത്താണെന്ന് അഥവാ അനാചാരമാണെന്ന് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ബിദ്അത്തുൻ ഹസനയാണ്, നല്ല ആചാരമാണ് എന്ന് പറയണം. അതിനാണ് ഞാൻ ഇതിൽ മുഴുവനും ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് ഇ.കെ. മൗലവിയുടെ എഴുതി വെക്കുന്നത്. അപ്പൊ താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഫൈസൽ മൗലവി പലയിടത്തും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അതിനെ ഹുക്കുമ പറയുന്നത് വേറെ സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഹുക്കും എന്താണ് എന്ന് പിന്നീട് വന്ന ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ഈ ഇ.കെ. മൗലവി തന്നെയാണ് പറയുന്നത്. ഇനി ഈ വിഷയത്തിൽ എന്ത് സന്ദേഹമാണ് നമുക്ക് ബാക്കിയുണ്ടാവുക? ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും ഫൈസൽ മൗലവി അൽ ഇസ്ലാഹിലൂടെ ഇവിടെയുള്ള ആളുകളെ വെല്ലുവിളിച്ചിട്ടുണ്ടാവുക? അതിന് രണ്ട് മറുപടിയാണ് പറയാൻ കഴിയുക. ഒന്ന്, കാടടച്ച് വെടിവെക്കുക, അവരനുയായികളെ ഏതെങ്കിലും വിധേനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രസ്ഥാനത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതായിരിക്കാം ഒന്ന്. രണ്ടാമത്തേത്, ഈ കാര്യങ്ങളൊന്നും തന്നെ ഇത്ര കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മുടെ കയ്യിലുണ്ടെന്ന് ഒരു പക്ഷെ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അന്ന് അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ എഴുത്തുകളിലൂടെ ഫൈസൽ മൗലവി പറയുന്ന കളവുകൾ നമ്മൾ കണ്ടല്ലോ. ഇനി പ്രഭാഷണ വേദികളിൽ ഫൈസൽ മൗലവി നടത്തിയ കളവുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ ഫൈസൽ മൗലവിയുടെ ഈ വിഷയത്തിൽ ഒരു മുഖാമുഖത്തിൽ കുറെ മുമ്പ് ഈ വിഷയം ചോദിക്കുന്നുണ്ട്. അന്ന് ഫൈസൽ മൗലവി പറഞ്ഞ മറുപടി ഇപ്പൊ പറഞ്ഞ മറുപടി അല്ല, മറിച്ച് അൽ ഇസ്ലാഹിൽ എഴുതിയതിന് സമാനമായ പരാമർശമാണ് അന്ന് ഫൈസൽ മൗലവി നടത്തിയത്. ആ ഭാഗം നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇദ്ദേഹം വന്നത് മുജാഹിദ് മുൻകാല നേതാക്കന്മാര് നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സദസ്സിൽ പങ്കെടുക്കാത്ത ഒരു മുസ്ലിമും ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന എവിടെ എഴുതി എന്ന് ചോദിച്ചിട്ട് ആ ലേഖനം വായിക്കാമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞു വേണമെങ്കിൽ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന്. നിരന്തരമായി മുഖാമുഖങ്ങളിൽ സുന്നികളുടെ ഭാഗത്ത് നിന്ന് ഇവർ ഈ ചോദ്യം നേരിടാറുണ്ട്. ഇപ്പൊ ഈ ചോദ്യത്തിൽ അദ്ദേഹം ചോദിച്ചത്, അതായത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ടായിരിക്കുമല്ലോ ഫൈസൽ മൗലവി ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് മുജാഹിദുകളുടെ മുൻകാല നേതാക്കൾ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, നബിദിനം ആഘോഷിക്കൽ പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫൈസൽ മൗലവി തിരിച്ചെന്താണ് ഒരു വെല്ലുവിളി നടത്തുകയാണ്. ഇങ്ങനെ ഇവർ എവിടെയാണ് പറഞ്ഞത്, അതൊന്ന് കാണിച്ചു തരൂ എന്നുള്ളതാണ് ഫൈസൽ മൗലവിയുടെ വെല്ലുവിളി. തീർച്ചയായിട്ടും ഈ വെല്ലുവിളിയുടെ മറുപടി പല പ്രാവശ്യം ഇവരുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചതാണ്. ഇപ്പോൾ ഫൈസൽ മൗലവിയുടെ വെല്ലുവിളിച്ച ഒരു കാര്യം അതൊരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞ വിഷയമാണ്. നമ്മൾ നേരത്തെ താരീഖുൽ മൗലിദി ഹുക്മുഹു എന്ന ലേഖനത്തിന് അൽ ഇർഷാദിലേക്ക് വന്ന ചോദ്യത്തിന് നൽകിയ മറുപടി നമ്മളിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പല സ്ഥലത്തും പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് തന്നെ പറഞ്ഞതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമത് ഇവരൊക്കെ ആഘോഷിച്ചിരുന്നോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് പഴയ അൽ ഇർഷാദില് മറുപടിയുണ്ട്. ഈ താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ലേഖനം വന്ന ആ അൽ ഇർഷാദിൽ തന്നെ മറുപടിയുണ്ട്. അൽ ഇർഷാദ് മാസികയുടെ 1-ാം വാള്യം 5-ാമത്തെ ലക്കത്തിലെ നമുക്ക് കാണാം. ഈ സന്ദർഭത്തിൽ 2 കൊല്ലക്കാലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദാഘോഷം, ശ്രദ്ധിക്കണം, മൗലിദാഘോഷം എന്നാണ് ഈ അൽ ഇർഷാദിൽ എഴുതിയത്. നടത്തുന്നത് ആരാണ്? മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ്. ആരെങ്കിലും എവിടെയെങ്കിലും നടത്തിയതല്ല,
അഡ്രസ്സോടെ നടത്തിയ പരിപാടിയാണ്. അതിനവർ എഴുതിയിരിക്കുന്നത് തന്നെ മൗലിദ് ആഘോഷം എന്നുമാണ്. ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിച്ചുകൂടി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. അല്ലാതെ ദുഃഖത്തോടെ ഇങ്ങനെ ഒരു വിദേഹത്ത് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ദുഃഖത്തോടെ അങ്ങനെ അറിയിക്കുന്നല്ല, സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. അതായത് റബീഉൽ അവ്വൽ 12 എന്ന ദിവസം തന്നെ അവർ നടത്തി എന്നല്ലേ എഴുതിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിച്ചു കൂട്ടി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇത് എവിടെ വെച്ചാണ് നടത്തിയത് എന്നും ഇവർ പറയുന്നുണ്ട്. ഏറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ബാല്യം, മതപ്രചരണം, സ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാന മിക്ക ഭാഗങ്ങളെയും കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാർ പ്രസംഗിച്ചു. അർത്ഥമറിയാതെ കുറെ അറബി വാക്കുകൾ വായിച്ചാലേ മൗലിദ് ശരിപ്പെടുകയുള്ളൂ എന്ന് ശഠിക്കുന്നവർക്കും നീരസം തോന്നാതിരിക്കത്തക്കവണ്ണം അറബിയിൽ മൗലൂദ് ഓതുവാനും കുറെ സമയം വിനിയോഗിക്കാതിരുന്നില്ല. അപ്പൊ അറബിയിലും ഇവർ മൗലൂദ് ഓതിയിട്ടുണ്ട്, മലയാളത്തിലും കുറെ മൗലൂദ് ഓതിയിട്ടുണ്ട്. എന്നിട്ട് കൂടിയിരുന്നവർക്കൊക്കെ വിരുന്ന് നൽകി എന്നും പറയുന്നു. ഇത് ഇവർ സംഘടിപ്പിച്ച മൗലിദിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ വായിച്ചതോടെ ഈ മറുപടിയിലും ഫൈസൽ മൗലവി പറയുന്നത് നുണയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. വീണ്ടും ഫൈസൽ മൗലവി പറയുന്നത് നമുക്ക് കേൾക്കാം. മൗലിദ് സംബന്ധിച്ച് പഴയ കാലത്ത് കെ മൗലവി, MCC മൗലവി ഇവരൊക്കെ മൗലിദ് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, സഖിയ സ്വലാഹി പറഞ്ഞിരുന്നു എന്ന് താങ്കളെപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. KM മൗലവിയും MCCയും പോലെയുള്ള പണ്ഡിതന്മാർ മൗലിദ് ന്യായീകരിച്ചുവെന്നും അത് സദ്യയൊരുക്കിയെന്നും അതിന് വേദിയുണ്ടാക്കിയെന്നും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ സഖിയ സ്വലാഹി പറഞ്ഞത്. അല്ലാതെ അങ്ങനെ പുസ്തകത്തിലുണ്ട് എന്നല്ല താങ്കൾ തെളിയിക്കേണ്ടതുണ്ട്. ഫൈസൽ മൗലവി ഇവരുടെ സ്ഥാപകകാല നേതാക്കളുടെ പേരിൽ നുണ പറഞ്ഞതിന് ഒരു അത്ഭുതമില്ല. കാരണം ഫൈസൽ മൗലവി ഈ മറുപടി പറയുമ്പോൾ ഈ പ്രസംഗ പീഠത്തിന്റെ ബാക്കിൽ സക്കരിയ സ്വലാഹി ഇരിക്കുന്നുണ്ട്. ഇതേ വേദിയിൽ ഫൈസൽ മൗലവി പ്രസംഗിക്കുന്നതിന് മുമ്പേ വിഷയാവതരണം നടത്തി സംസാരിച്ച ഒരാളാണ് സക്കരിയ സ്വലാഹി. ആ സക്കരിയ സ്വലാഹി അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞത് നേരത്തെ സ്ഥാപകകാല നേതാക്കൾ ഇങ്ങനെ നബിദിനാഘോഷം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാ. അതിന് അദ്ദേഹം ന്യായീകരണം പറഞ്ഞത് അവർക്കന്ന് മുസ്ലിയാക്കന്മാരായിരുന്നു എന്നുള്ളതാ. ആ ഭാഗം നമുക്ക് കേട്ടിട്ട് ഈ മറുപടിയുടെ ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം. പിന്നെ സുഹൃത്തുക്കളെ, ഇനിയിപ്പോ ഇവിടെ ഒരുപക്ഷെ ആളുകൾ പറയും, നിങ്ങളെ KM മൗലവി ആഘോഷിച്ചിട്ടില്ലേ, EK മൗലവി സദസ്സിനെ പുകഴ്ത്തിയിട്ടില്ലേ, അൽ ഇർഷാദിൽ അങ്ങനെയില്ല, അൽ മുർഷിദിൽ ഇങ്ങനെയല്ലേ. യഥാർത്ഥത്തിൽ ഒരുപാട് കാലം ഈ പറയുന്ന സമസ്തക്കാരെ പോലെ തന്നെ മൗലിദാഘോഷം നല്ലതാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. ഇപ്പൊ ഇതില് സക്കരിയ സ്വലാഹി പറയണത് സമസ്തക്കാരെ പോലെ തന്നെ മൗലിദ് ആഘോഷം നല്ലതാണെന്ന് വിചാരിച്ച ആളുകളായിരുന്നു ഇവരൊക്കെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് സക്കരിയ സ്വലാഹിം പറഞ്ഞത്. അതെ, അദ്ദേഹത്തിന് എന്തില്ല, ആ വിഷയത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ കാരണം അദ്ദേഹം വേറെയാണ് പറയുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. മുസ്ലിയാക്കന്മാരായിരുന്നു, പിന്നീടാണ് അവർ സലഫി ആദർശത്തിലേക്ക് വന്നത്. ഈ പറഞ്ഞത് നുണയാണ്. കാരണം അൽ ഇർഷാദ് മാസിക വരുന്നത് ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ്. ഐക്യസംഘം വരുന്ന സമയത്ത് ഇവരാരും മുസ്ലിയാക്കന്മാരല്ല, ഇവരൊക്കെ പുത്തൻവാദികളായതിനു ശേഷമാണ് ഐക്യസംഘം ഉണ്ടാക്കുന്നത് തന്നെ. അൽ മുർഷിദ് വരുന്നത് കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലാണ്. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ഇവർ പൂർണ്ണമായും വഹാബിവൽക്കരിക്കപ്പെട്ടതിന് ശേഷം ഇറങ്ങിയവരുടെ പ്രസിദ്ധീകരണമാണ്. നുണ പറയാൻ ഇവർക്ക് ആർക്കും മടിയില്ല എന്ന് നമുക്കൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അപ്പൊ ആദ്യഘട്ടം എന്ന നിലക്ക് അർത്ഥമറിയാതെയുള്ള ഈ മൗലിദ് പാരായണം പ്രയോജനമല്ല എന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. അർത്ഥമറിയാത്ത ഈ മൗലിദ് ഇങ്ങനെ ചൊല്ലുന്നതിന് പകരം റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അവിടുത്തെ ജീവിത രീതിയെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. ആ സദസ്സിന് മൗലിദ് സദസ് എന്ന് പേരിട്ടു. അതിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് വലിയ ഗുണങ്ങളുണ്ടെന്ന് അവർ എഴുതി. എന്ന് മാത്രല്ല, അവർ ഘട്ടം ഘട്ടമായി അതൊക്കെ ഒഴിവാക്കിയവരാണ്. അല്ല, ഇവിടെ അർദ്ധസത്യാണ് ഈ പറഞ്ഞത്. അങ്ങനെ പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, മൗലിദ് അറബിയിലും ഓതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അൽ ഇർഷാദ് മാസികയിൽ നിന്ന് വായിച്ചത് അതാണ്. അപ്പോ ഈ മുഖാമുഖത്തിൽ വിഷയാവതരണത്തിലാണ് സക്കരിയ സ്വലാഹി ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇതിന്റെ ചോദ്യോത്തര വേള എത്തിയപ്പോൾ സക്കരിയ സ്വലാഹിയുടെ പേരിൽ പോലും കളവ് പറയാൻ ധൈര്യം കാണിക്കുകയാണ് ആര്? ഫൈസൽ മൗലവി. അതായത് ഈ സക്കരിയ സ്വലാഹി ഫൈസൽ മൗലവി ഉത്തരം പറയുമ്പോ തൊട്ട് ബാക്കിൽ അദ്ദേഹം ഉണ്ട്. ഈ തന്റെ പേരിൽ പറയുന്ന നുണകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് സക്കരിയ സ്വലാഹിയുടെ പേരിൽ ആര് നുണ പറയുന്നത്? ഫൈസൽ മൗലവി നുണ പറയുന്നത്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, ഇനിയിപ്പോ ഇവിടെ ഒരുപക്ഷെ ആളുകൾ പറയും, നിങ്ങളെ KM മൗലവി ആഘോഷിച്ചിട്ടില്ലേ, EK മൗലവി സദസ്സിനെ പുകഴ്ത്തിയിട്ടില്ലേ, അൽ ഇർഷാദിൽ അങ്ങനെയില്ല, അൽ മുർഷിദിൽ ഇങ്ങനെയല്ലേ. യഥാർത്ഥത്തിൽ
ഒരുപാട് കാലം ഈ പറയുന്ന സമസ്തക്കാരെ പോലെ തന്നെ മൗലിദാഘോഷം നല്ലതാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. മൗലിദ് സംബന്ധിച്ച് പഴയ കാലത്ത് കെ മൗലവി MCC മൗലവി ഇവരൊക്കെ മൗലിദ് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, സക്കരിയ സ്വലാഹി പറഞ്ഞിരുന്നു എന്ന് താങ്കളെപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. KM മൗലവിയും MCCയും പോലെയുള്ള പണ്ഡിതന്മാർ മൗലിദ് ന്യായീകരിച്ചുവെന്നും അത് സദ്യയൊരുക്കിയെന്നും അതിന് വേദിയുണ്ടാക്കിയെന്നും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ സക്കരിയ സ്വലാഹി പറഞ്ഞത്. അല്ലാതെ അങ്ങനെ പുസ്തകത്തിലുണ്ട് എന്നല്ല താങ്കൾ തെളിയിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ട് ക്ലിപ്പും കൂടെ ഒരുമിച്ച് കേൾക്കുമ്പോ ഫൈസൽ മൗലവി പറയുന്ന പച്ച നോണ ഏതൊരാൾക്കും ബോധ്യപ്പെടും. വീണ്ടും ഫൈസൽ മൗലവി പറയുന്നത് നമുക്ക് കേൾക്കാം. സക്കരിയ സലാഹി ഇവിടെ പറഞ്ഞത് അന്ന് അദ്ദേഹം പല അർത്ഥത്തിലും അന്ന് മാസൂമല്ലായിരുന്നു. പൊതുവെ പല ആൾക്കാരും ശരിയാണ്, സംശയമൊന്നുമില്ലല്ലോ. പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ശരിയാണ്. KM മൗലവി ആദ്യകാലത്ത് ഒരു മുസ്ലിയാരായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത്. KM മൗലവി ആദ്യകാലത്ത് മുസ്ലിയാരായിരുന്നു. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആദർശമാണ്, ഖുർആനും സുന്നത്തും മുമ്പോട്ട് വെക്കുന്ന ആദർശമെന്ന് തിരിച്ചറിഞ്ഞ് ആ പാതയിലേക്ക് മാറി നിന്നത്. ആ മാറി വരുന്ന കാലഘട്ടങ്ങളിൽ അവരൊക്കെ വലുതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രമാണമല്ല, അതിലേക്കല്ല നയിക്കുന്നത്, അതിലേക്കല്ല ക്ഷണിക്കുന്നത് എന്നാ സക്കരിയ സ്വലാഹി പറഞ്ഞത്. അപ്പൊ അവരെങ്ങനെ നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞു, പുണ്യമാണെന്ന് പറഞ്ഞു, എല്ലാ മുസ്ലിമീങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ അവരുടെ മേലിൽ ഏറ്റവും വലിയ ദുരാരോപണമാണ് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് വ്യക്തമാക്കുക. അപ്പൊ ഇവിടെ ദുരാരോപണമാണെന്നാ പറയുന്നത്. ഏതൊക്കെ അവര് നബിദിനം ആഘോഷിച്ചു അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറഞ്ഞതിന് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു എന്നൊക്കെ ദുരാരോപണമാണ് എന്ന്. ഇവരുടെ പുസ്തകം വായിച്ചു കൊണ്ടാണ് നമ്മളിതോടെ സമർത്ഥിച്ചത് എന്ന് മാത്രമല്ല സക്കരിയ സ്വലാഹി അത് പറയുക കൂടി സക്കരിയ സ്വലാഹി അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. നേരത്തെ ആ സ്റ്റേജിൽ വെച്ചുകൊണ്ട് തന്നെ നേരത്തെ പറയുകയും ചെയ്തതാണ്. അപ്പൊ ഫൈസൽ മൗലവിയുടെ തൊലിക്കട്ടിയെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ഇത്ര വലിയ നുണ പറയാൻ വേറെ ആർക്കാൻ കഴിയുക? ഫൈസൽ മൗലവി ഈ മറുപടിയിൽ പറയാൻ ശ്രമിച്ചത് KM മൗലവി തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു എന്നുള്ളതാണ്. ഇത് എഴുതുന്ന കാലത്ത് അദ്ദേഹം സുന്നിയായിരുന്നോ? ഫൈസൽ മൗലവി പറഞ്ഞിരിക്കുന്നത് പച്ച നുണയാണ്. കാരണം ഐക്യസംഘം ഉണ്ടാക്കുന്നതോട് കൂടെ തന്നെ ഇവരൊക്കെ സുന്നി ധാരയിൽ നിന്ന് പൂർണ്ണമായി മാറിയിട്ടുണ്ട്. മാറിയതിന് ശേഷമാണ് ഇവർ കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടാക്കുന്നത്. 1925 ഇവർ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കുന്നത് കൂടി അത് പൂർണ്ണമാവുകയാണ്. അതിന് ശേഷമാണ് KM മൗലവിയെ പോലെയുള്ളവർ എഴുതിയിരിക്കുന്നത്. അതിനുശേഷവും KM മൗലവി ഇതേ നിലപാട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് മുസ്ലിയാരായിരുന്ന കാലത്ത് അഥവാ സുന്നിയായിരുന്ന കാലത്താണ് ഇങ്ങനെ നബിദിനാഘോഷത്തെ അനുകൂലിച്ചത് എന്ന് പറയാൻ ഫൈസൽ മൗലവിക്ക് ഏതായാലും ധാർമ്മികമായ അവകാശമില്ല. കാരണം മറ്റൊരു വിഷയത്തിൽ മറ്റൊരു മുജാഹിദ് ഗ്രൂപ്പിന് ഫൈസൽ മൗലവി നൽകിയ മറുപടി ഈ അവസരത്തിൽ നമ്മൾ കേൾക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ അവസാനം അനസ് മൗലവിയെ സ്റ്റേജിലെത്തി അനസ് മൗലവിയുടെ പ്രസംഗത്തിന് ആമുഖം പറഞ്ഞ KM സമുന്നതനായ നേതാവ് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? പണ്ട് KM മൗലവിയോ ചില പണ്ഡിതന്മാരോ ഒക്കെ ഒരു പക്ഷെ സൃഷ്ടി കഴിവെന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും, അത് വിഷയാക്കണ്ട, ഓരൊക്കെ പഴയ കാലത്ത് മുസ്ലിയാക്കന്മാരല്ലായിരുന്നു, അന്ന് എഴുതിയതാണ്. കേട്ടോ നിങ്ങൾ അപകടം പിടിച്ച ഒരു വാദം. വിശ്വത്തിൻ്റെ ആൾക്കാർ ഈ കാര്യകാരണ ബന്ധങ്ങളെ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധമാക്കിയിട്ട് നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മുജാഹിദുകൾക്കിടയിൽ ഭിന്നത വന്ന സമയത്ത് ഇവർ ഓരോ വിഭാഗവും അവകാശപ്പെട്ടത് ഞങ്ങളാണ് പാരമ്പര്യ മുജാഹിദുകൾ എന്നാണ്. ഞങ്ങളാണ് KM മൗലവിയുടെയും EK മൗലവിയുടെയും ആദർശത്തിലുള്ളവർ. MCC മൗലവിമാർ ഞങ്ങൾക്ക് അനുകൂലമായി ആണ് പറഞ്ഞത് എന്നൊക്കെയാണ് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫൈസൽ മൗലവിയുടെ ഈ പ്രഭാഷണം. അപ്പോൾ KM മൗലവി നേരത്തെ എഴുതി വെച്ച മറ്റൊരു വിഷയത്തിൽ ഉള്ളത് അവരുടെ ഗ്രൂപ്പിന് എതിരായപ്പോൾ അതിനെ ആ ഗ്രൂപ്പുകാരനെ എതിർക്കുകയാണ്. അന്ന് അദ്ദേഹം മുസ്ലിയാരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഫൈസൽ മൗലവി അതിനെ ചോദ്യം ചെയ്യാണ്. ആ ചോദ്യം ചെയ്യൽ വളരെ രസകരമാണ്, നമ്മളത് കേൾക്കേണ്ടതുണ്ട്. ഖുറാഫികൾ കാണിക്കാറില്ലേ അൽ മുർഷിദിൽ നബിദിനം ആഘോഷിക്കണം മുജാഹിദ് നേതാവ് പറഞ്ഞു എന്ന്. ഞെട്ടേണ്ട കാര്യമില്ല. അൽ മുർഷിദിൽ ഉണ്ടാവും, പഴയ അൽമനാറിലും വന്നിട്ടുണ്ടാവും. ഞെട്ടണെന്തിന്? അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നു. കണ്ടോ, അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നോ? എന്താ സംഭവിച്ചു നിങ്ങൾക്ക്? ആരാ സൃഷ്ടി കഴിവ് എഴുതിയത്? KM മൗലവി എഴുതി, MCC എഴുതി, അതേപോലെ വക്കം മൗലവി എഴുതി, അമാനി മൗലവി എഴുതി, ഉമർ മൗലവി എഴുതി എന്നൊരു പറയാം. അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നുവോ? ഏതുപോലെ നബിദിനാഘോഷം അൽ മുർസലിൽ വന്ന പോലെ. കഴിഞ്ഞ ആഴ്ച പലപ്പരങ്ങാടിയിൽ മടവൂർ വിഭാഗം ചോദിച്ചത്, നേരത്തെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മുസ്ലിയാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞ ഈ ഫൈസൽ മൗലവിയാണ് അത് പറഞ്ഞ മറുവിഭാഗത്തെ ചോദ്യം ചെയ്യുന്നത് ഇവിടെ. അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം. പറഞ്ഞു അവരവിടെ
അതൊക്കെ പഴയ കാലത്ത് എഴുതിപ്പോയതാണ്. നബിദിനാഘോഷം എഴുതിയതുപോലെ അതേ വാചകത്തിൽ പോലും മാറ്റമില്ലാതെ അത് അതേപടി ഇവിടെ വീണ്ടും പറയാൻ KNM വേദികൾ ഉപയോഗിക്കുന്നിടത്തേക്ക് ഇപ്പം അവരെത്തി. അപ്പൊ സൃഷ്ടി കഴിവ് എന്ന് നമ്മുടെ നേതാക്കന്മാരും പണ്ട് എഴുതി പോയിട്ടുണ്ടാകാം. ഓലെ നെട്ടിപ്പോവൊന്നും വേണ്ട, ഓലൊക്കെ പഴയ മുസ്ലിയാക്കന്മാരല്ലേ എന്നാ. സഹോദരന്മാരെ, എത്ര വലിയ ഗൗരവമുള്ള പ്രയോഗമാണ് ഈ പ്രയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം നേരത്തെ പറഞ്ഞ ഫൈസൽ മൗലവിക്ക് കാണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ ഫൈസൽ മൗലവിക്കുള്ള മറുപടിയാണ്. അഥവാ പഴയ ഫൈസൽ മൗലവിക്ക് പുതിയ ഫൈസൽ മൗലവി മറുപടി പറയുകയാണ്. അവര് മുസ്ലിയാക്കന്മാരുടെ കാലത്തല്ല എഴുതിയത്, ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ കാലത്താണ് എഴുതിയത്. അതെന്താ നിങ്ങൾ കാണാതെ പോയത്? ഈ KM മൗലവി അതേ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അൽ മുർഷിദ് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചുകൊണ്ട് ലേഖനങ്ങൾ വന്നത്. തനിക്കടില്ല, KM മൗലവി മുജാഹിദാണ് മുമ്പ് എഴുതിയതാണ് ഇതൊക്കെ. അതുപോലെ തന്നെ മുജാഹിദ് ആകുന്നതിന് മുമ്പ് അഥവാ സുന്നി ആയിരുന്ന കാലത്താണ് KM മൗലവി എഴുതിയതെങ്കിൽ ഇവർക്കത് പറയാമായിരുന്നു. അല്ല, ഐക്യസംഘം രൂപീകരിച്ചതിന് ശേഷം, കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതിന് ശേഷമൊക്കെയാണ് ഇവർ വീണ്ടും ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്ത് നേതാവായി, ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി, KNMന്റെ പ്രസിഡന്റായി ജീവിച്ച കാലത്താണ് ഇതൊക്കെ എഴുതുന്നത്. അതെ, അദ്ദേഹം മുജാഹിദുകളുടെ നേതാവായി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി നിൽക്കുന്ന കാലത്ത് തന്നെയാണ് നബിദിനാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളത്. അതും ഔദ്യോഗികമായ പ്രസിദ്ധീകരണത്തിന്. അതെ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ അൽ മുർഷിദിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചതോ ജംഇയ്യത്തുൽ ഉലമയുമാണ്. അതെ, അൽ മുർഷിദ് മാസിക അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത് കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ്. KJU ആണ് പ്രസിദ്ധീകരിച്ചത് അദ്ദുആ വൽ ഇബാദ എന്ന. അൽ മുർഷിദ് മാസിക പ്രസിദ്ധീകരിച്ചത് KJU ആണ്. പുസ്തകം പ്രസിദ്ധീകരിച്ചത് ജംഇയ്യത്തുൽ ഉലമയാണ് 1932. ഇതേ 1930കളിലാണ് അൽ മുർഷിദ് മാസികയും ഇറങ്ങുന്നത്. അതിലാണ് KM മൗലവി സൃഷ്ടി കഴിവ് എന്ന് പരാമർശിച്ചത്. ആ അൽ മുർഷിദ് മാസികയിലാണ് നബിദിനാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം വന്നിട്ടുള്ളത്. നിങ്ങൾ ഫൈസൽ മൗലവിയോട് ചോദിച്ച ചോദ്യത്തില് KNMന്റെ മുഖപത്രമായ അൽമനാറിലും നബിദിനാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? 1950 അൽമനാറിലാണ് നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ലേഖനം ഉള്ളത്. VV മുഹമ്മദ് മൗലവിയാണ് ഈ ലേഖനം എഴുതിയത്. ഒരു ഉത്ബോധനം എന്നുള്ള ടൈറ്റിലാണ് ഈ ലേഖനം വരുന്നത്. ആ ലേഖനം ഞാനൊന്ന് എന്ത് ചെയ്യാം, വായിക്കാം. സഹോദരങ്ങളെ, ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ ഈ റബീഉൽ അവ്വൽ 12-ന് ഉദയഗിരി മുതൽ അസ്തമനഗിരി വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്ധ്യ മഹാനുഭാവന്റെ സച്ചരിതങ്ങളെ പുരസ്കരിച്ച് സ്തുതി കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ തുടക്കത്തിൽ അങ്ങനെയുള്ളത്, തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ ലോകൈക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല, അത് സ്വാഭാവികമാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നബിദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഭക്തി ബഹുമാനാദരവുകൾ പ്രകടിപ്പിക്കുന്നത് അത് സ്വാഭാവികമാണെന്ന് എഴുതി വെച്ചത്. അങ്ങനെ പ്രകടിപ്പിക്കുക എന്നത് ബിദഅത്താണ് എന്നല്ല ഇവർ പറഞ്ഞത്. നബിദിനാഘോഷത്തെ കൃത്യമായിട്ട് അന്നും അനുകൂലിക്കുകയാണ് ഈ ലേഖനത്തിലൂടെയും ഇവർ ചെയ്തിട്ടുള്ളത്. തൊട്ടുശേഷം ഇവർ പറയുന്നുണ്ട്, ഈ പുണ്യദിനം സ്മരിക്കുക വഴി പ്രസ്തുത ദിനത്തിൽ ഭൂജാതനായ ആ ലോകൈക മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കാമ്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിങ്ങൾക്കുണ്ടായിരിക്കുക. സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് എതിർക്കാതെയാണ് ഇവര് ലേഖനങ്ങൾ എഴുതുകയും അതിനെ ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്തിരുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇത്ര വ്യക്തമായി മുജാഹിദുകളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ നബിദിനം ആഘോഷിക്കണം എന്നും നബിദിനം ആഘോഷിച്ചിരുന്നു എന്നും അതൊരു പുണ്യദിനമാണെന്നും നബിദിനം ആഘോഷിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുമെന്നും പറഞ്ഞിരിക്കെ ഇതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫൈസൽ മൗലവിയെപ്പോലുള്ള മൗലവിമാർ വേദികൾ തോറും കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നബിദിനാഘോഷത്തെ പൂർണ്ണമായും നിഷേധിച്ചും അത് കുറ്റം കിട്ടുന്ന കാര്യമാണ്, ബിദ്അത്താണ് എന്ന പേരിലും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, നബിദിനം ആഘോഷിക്കുന്ന സുന്നികളെല്ലാം പുത്തൻവാദികളാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നബിദിനം ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ മുൻകാല നേതാക്കളെല്ലാം ബിദ്അത്തുകാരാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും
നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.